വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സുമതിവളം എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. സിനിമ കണ്ടു കഴിഞ്ഞു. ആ സിനിമയുടെ എഴുത്ത് അഭിലാഷ് പിള്ളയാണ്. അഭിലാഷ് പിള്ളയെക്കുറിച്ച് നമുക്കറിയാം, മാളികപ്പുറം പോലുള്ള വലിയൊരു സിനിമയൊക്കെ എഴുതി, അതുപോലെ കുറച്ചും 10-ാം അളവ് അങ്ങനെയുള്ള സിനിമകളൊക്കെ എഴുതിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൊറർ മൂവിയാണ്. ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കണ്ടിരിക്കുന്ന സിനിമകൾ ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൊറർ കോമഡി മൂവിയാണ്. നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. സിനിമ നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല. സിനിമ കണ്ടിരിക്കാൻ ഒരു ഓക്കെ ഫീലുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് കൂടുതലായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൽ ഒത്തിരി എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അർജുൻ അശോക്, അതുപോലെ തന്നെ ശ്രാവൺ മുകേഷ്, ഗോകുൽ സുരേഷ്, പിന്നെ ഒരുപിടി നമ്മൾ കണ്ടു പരിചയമുള്ള ഒത്തിരി മുഖങ്ങളുണ്ട് ഈ സിനിമയിൽ. സിനിമയുടെ ഒരു എന്താ പറയുക, സുമതി വളവ്. പിന്നെ സുമതി വളവ് എന്ന് പറയുമ്പോൾ ആ ഒരു ശരിക്കും ഉള്ള സ്ഥലത്തെ ഒരു സുമതി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് മറ്റും ഉള്ളത്. ആ ഒരു സുമതി വളവല്ല, ആ ഒരു പേര് ഇങ്ങോട്ടേക്ക് എടുത്ത് സുമതി വളവ് എന്നൊരു പേരിട്ട് അങ്ങനെ ഈ സിനിമ ഒരു എന്താ പറയുക, സിനിമയുടെ തുടക്കം ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന്, നമ്മൾ സാധാരണ കണ്ടിരിക്കുന്ന ഹൊറർ മൂവീസ് പോലെ പഴയ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീടൊരു 93 കാലഘട്ടം കാണിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നൊരു സിനിമയാണ്. എന്തായാലും നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ കയറി വരുമ്പോൾ അതിൻ്റെ ഒരു പ്ലേസിങ് നമുക്ക് ചില സമയങ്ങളിൽ നമ്മളൊന്ന് പിടിച്ചിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഈ പാട്ട് കയറി വരുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഷ്വൽസൊക്കെ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ ഓക്കെയാണ്. പിന്നെ DOP അത്യാവശ്യം നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ VFX ചില ഭാഗങ്ങളിൽ ഒരു ഇച്ചിരി അരോചകമായിട്ട് തോന്നി, എങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു സിനിമ കാണുമ്പം സിനിമയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയണമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് നല്ലതും മോശവും പറഞ്ഞു കാണാം. ഒത്തിരി ഇട്ട് വലിച്ച് കീറാനൊന്നും പോകുന്നില്ല. സിനിമ ഫാമിലി ആയിട്ട് പോയി കാണാവുന്നതാണ്. പിന്നെ US 16+ ആണ്, അത് മീൻസ് 18+ അല്ല 16+ ആണ്. 16 വയസ്സിന് മുകളിലോട്ടുള്ളവർ കാണേണ്ട മൂവിയാണ്. കാരണം കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ടില്ല എങ്കിൽ പോലും ചിലപ്പോൾ പിള്ളേരുടെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളായിട്ടുള്ളവർ പോയി കാണുന്നത് അത്ര നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സീനൊക്കെ ഒരു അവസാനത്തേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് നമുക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ടൈപ്പുള്ള സീൻസൊക്കെ. കാരണം അങ്ങനെ ആ സിനിമയിൽ കുറച്ച് പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സിനിമ നല്ലൊരു സിനിമയാണ്. നമുക്ക് ഒത്തിരി നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പടമെന്ന് ഞാൻ പറയുന്നത്. എബോവ് ആവറേജ് എന്ന് പറയുന്നില്ല, നമുക്കൊരു ആവറേജ് മൂവിയാണ്. നമുക്കത് കണ്ടിരിക്കാം, നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നൊരു മൂവിയാണ്. ഒത്തിരി വലിയ അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയാണ് സുമതി വളവ്.